തൃശൂർ പോലീസ് അക്കാദമിയിൽ വൻ മോഷണം. അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദന മരങ്ങൾ മോഷണം പോയി. 30 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങളുടെ ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ് മോഷണം നടന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. സൂരജ്, ഏതാണ്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണോ ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്? ഈ മോഷ്ടാക്കളെ പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ? വിജയകുമാർ, ഈ ക്രിസ്മസിന്റെ അവധിക്കാലത്താണ് ഈ മോഷണം നടന്നതെന്നുള്ളതാണ് പോലീസ് അനുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിലൂടെ പോയ നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. അവർ വിവരം അറിയിച്ചനുസരിച്ചാണ് ഈ അക്കാദമി അധികൃതരടക്കം ഈ മരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ചന്ദനമരത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് അക്കാദമിയോട് ചേർന്ന ഒരു പ്രദേശമാണ്. പക്ഷെ എന്നാൽ പോലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഈ ആകാശവാണിയോടൊക്കെ ചേർന്ന് വരുന്ന, പ്രത്യേകിച്ച് ആ ഒരു രാമവർമ്മപുരത്ത് ഈ ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണിത്. അക്കാദമിയുടെ ഇതിൽപ്പെടുന്ന സ്ഥലമാണെങ്കിൽ പോലും അവരുടെ ശ്രദ്ധയിൽ ഒറ്റനോട്ടത്തിൽ പെടാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മരം മുറിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെ പോലീസ് ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. പോലീസ് അക്കാദമി അധികൃതർ വിയൂർ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരം മാത്രമല്ല, വലിയ രാജമരങ്ങൾ, അതായത് ഏറെ പഴക്കമുള്ള വലിയ വലിയ മരങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പോലീസ് അക്കാദമി പരിസരം. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നടപടി ഉണ്ടാകണം എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.